സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു. അതോടൊപ്പം മഴ സാധ്യതകളും പ്രവചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. നിലവിൽ രാത്രിയിലും പുലർച്ചെയും തണുപ്പും പകൽ പൊള്ളുന്ന ചൂടുമാണ് താപനിലയിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം അടുത്ത 5 ദിവസത്തേക്ക് ഒരു ജില്ലകളിലും മഴ സാധ്യതകളും പ്രവചിച്ചിട്ടില്ല. നേരത്തെ വേനൽക്കാലത്ത് മാത്രം നേരിട്ടിരുന്ന കഠിനമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പല ജില്ലകളിലും ശരാശരിയേക്കാൾ 4 ഡിഗ്രി വരെ അധികം ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ മാസം 2-ന് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയത്. വായുവിലെ ഉയർന്ന ഈർപ്പമാണ് ചൂട് കൂടുന്നതിന് കാരണമാകുന്നത്. ഉയർന്ന ഈർപ്പം ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കാൻ കാരണമാകുന്നു. അതേസമയം വരും മാസങ്ങളിലും കഠിനമായ ചൂടിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. സമുദ്രജലത്തിലെ താപനില ഉയർത്തുന്ന എൽ നിനോ പ്രതിഭാസം കാരണമാണ് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. കടൽക്കാറ്റിന്റെ ശക്തി കുറഞ്ഞത് തീരദേശ മേഖലകളിലും കനത്ത ചൂട് അനുഭവപ്പെടാൻ കാരണമായിട്ടുണ്ട്. വേനൽ മഴയിൽ മാത്രമാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സാധാരണ ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ട മഴ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. മഴയുടെ പൂർണ്ണമായ പിൻവാങ്ങൽ സംസ്ഥാനത്തുടനീളമുള്ള കർഷകരെയും കാര്യമായി ബാധിക്കും. മാർച്ച് മുതൽ മെയ് വരെ ലഭിക്കേണ്ട വേനൽ മഴ കൃത്യസമയത്ത് എത്തിയാൽ മാത്രമേ സംസ്ഥാനത്തെ കുടിവെള്ളക്ഷാമത്തിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയൂ. എങ്കിലും ജനുവരിയിലെ മഴയുടെ അഭാവം വരും മാസങ്ങളിൽ ചൂട് റെക്കോർഡ് തലത്തിലേക്ക് ഉയരാൻ കാരണമായേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.